ഹായ് ഹലോ ഇസ്മി സുരേന്ദ്രൻ വെൽക്കം ബാക്ക്. അപ്പം ഇന്ന് ഞായറാഴ്ച, സമയം 4:48. ബോറടിച്ചിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു നമുക്ക് എവിടേക്കെങ്കിലും പോവാമെന്ന്. സോ ലെറ്റ്സ് ഗോ. ഓക്കെ ഗായ്സ്, അപ്പം നമ്മൾ ഏകദേശം ഒരു 30-40 കിലോമീറ്റർ കഴിഞ്ഞു. ഇനിയുണ്ട് 2 മണിക്കൂർ 9 മിനിറ്റ്, 89 കിലോമീറ്ററും കൂടി ഇനിയുണ്ട്. സോ ഞാൻ എൻ്റെ റൈഡിങ് ജാക്കറ്റ് എടുത്തില്ല, കാരണം അത് വാട്ടർ പ്രൂഫ് അല്ലാത്തതും കൊണ്ട്. ഗ്ലൗസ് കയ്യിൽ വെച്ചിട്ടുണ്ട്. അത് മഴ പെയ്യാൻ പോവുകയാണ്. ഹൈവേൻ്റെ സൈഡിലാണ്. അവിടെ നല്ലൊരു ചായ അടിച്ചു, വണ്ടിയിൽ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ചു. ഓക്കെ, ഇനി ഇതാ 89 കിലോമീറ്റർ കൊണ്ട് കാണിക്കുന്നുണ്ട്. അത് ചില that surrounds me. If we hold ourselves together, we'll go far. Created a space. In my head it was empty, but I know that I want to be where you are. I was denied. I had spent those years, did not recognize the person that's inside.
person that's inside. We have a purpose, but to take that leap you must recognize the person that's inside. അപ്പോൾ ഗായ്സ് കാണുന്നുണ്ട് ഗായ്സ്. അപ്പോൾ നമ്മൾ അതിന് ട്രാവൽ ചെയ്യാനുള്ളത് 39 കിലോമീറ്ററാണ്. ഇപ്പോൾ സമയം 7:12. സോ ഇനി അങ്ങോട്ട് മഴയും കാരണം ഷൂട്ട് ചെയ്ത് നടക്കലുണ്ടാവില്ല. നമുക്ക് അവിടെ എത്താനാകുമ്പോൾ കാണാം. അവിടെ ഒരു കിടിലൻ ടണലുണ്ട്. ആ ടണലിൻ്റെ ഉള്ളിൽ കൂടിയാണ് നമുക്ക് പോകേണ്ടത്. നമുക്കത് എത്താനാകുമ്പം റെക്കോർഡ് ചെയ്യാം. എൻ്റെ ഗോപ്രോയിലാണെങ്കിൽ ചാർജും കുറവാണ്. അവിടെ എത്താനാകുമ്പോൾ നമുക്ക് റെക്കോർഡ് ചെയ്യാം. ഓക്കെ.
not you learn. Take it apart, throw it away, put it back together again. It's not you learn. ഗായ്സ്, കാണണ്ടാവും അവിടെ നിന്ന് ഇങ്ങനെ വെള്ളച്ചാട്ടം ഉണ്ട് ഇങ്ങനെ. ഗൈസ്, അടിപൊളി സ്ഥലം ഗൈസ്. ഫുള്ള് ചളിയാണ്, എൻ്റെ മേത്ത് മൊത്തമുണ്ട്. ഇനി നമുക്കൊരു ഏകദേശം 25 കിലോമീറ്റർ ഉണ്ട്, അതായത് ഏകദേശം 3/4 മണിക്കൂർ. ഇപ്പോൾ സമയമുള്ളത് 7:30. അവിടെ മുകളിൽ മൊത്തം കോടയാണ് ഗൈസ്. അമ്മോ, നല്ല കിടിലൻ സ്ഥലം, നല്ല കിടിലൻ റോഡ്, ഒരു പരന്ന് കിടക്കുന്ന സ്ഥലം, ഫുള്ള് പച്ചപ്പായിട്ട്. എന്നാലും നമ്മൾ ഈ മുതൽ കേരളത്തിൽ നിന്ന് ഇവിടെ വരെ വന്നില്ലേ. ഞാൻ ഇത്രയ്ക്ക് ആഗ്രഹിച്ചിട്ടു എൻ്റെ ലൈഫിൽ, അങ്ങനെ കൂടുതലായിട്ടൊന്നുമില്ല. കുറേ സ്ഥലങ്ങൾ കാണാൻ, അതും ഇവനെ വെച്ചിട്ട് കുറേ സ്ഥലത്തേക്ക് എത്തുക. ഞാൻ എവിടെ പോയാലും എനിക്ക് കൂടെ ഉണ്ടാവും. ഞാൻ കൊച്ചി പഠിക്കാൻ പോയപ്പോഴും കൂടെ ഉണ്ടായിരുന്നു, ഞാൻ മുംബൈയിൽ വർക്ക് ചെയ്യാൻ വന്നപ്പോഴും കൂടെ ഉണ്ടായിരുന്നു. ഇനിയിപ്പം നാളെ ബാംഗ്ലൂർക്ക് ഷിഫ്റ്റ് ചെയ്യുകയാണെങ്കിൽ അവിടെയും ഉണ്ടാവും. അപ്പം ഞാൻ ഈ പ്രകൃതി ഭംഗി ഒന്ന് ആസ്വദിച്ചിട്ട് വരാം ഗൈസ്. ബൈ ഗൈസ്. അവിടെ കിട്ടിയ സ്ഥലം, ഓ
ഓ എനിക്ക് തോന്നുന്നു ഇത് അമ്പലം സൈഡാണ് ഗൈസ്. ഈ കെട്ടിയിരിക്കുന്ന കല്ലുകൾ, അവിടെ ഒരു കല്ല്, ഓരോ സ്ഥലത്തും ഓരോ കല്ലുകളുണ്ട്. ഇതെന്തോ ഇവിടുത്തെ ലോക്കൽസ് തൊഴുതിട്ടൊക്കെയാണ് പോകുന്നത്. എനിക്ക് തോന്നുന്നത് ഇതെന്തൊരു അമ്പലം സെറ്റപ്പാണ്, കാവ് അല്ലെങ്കിൽ അമ്പലം സെറ്റപ്പാണ്. ഓ അയ്യോ, ഞാനൊന്നും ഇങ്ങോട്ട് വന്നില്ല, ഇതൊക്കെ മിസ് ചെയ്യില്ലായിരുന്നു ഗൈസ്. ഞാനൊന്ന് ഉറങ്ങണം എന്ന് വിചാരിച്ചു നിന്നായിരുന്നു. അയ്യോ കൊള്ളാം, ചാടി കുളിക്കാൻ പറ്റിയിരുന്നെങ്കിൽ സെറ്റായിരുന്നു. പക്ഷെ നമുക്കറിയില്ലല്ലോ എത്രത്തോളം ആയതുകൊണ്ട്. ഇതാണ് ഒറ്റപ്പെട്ട ഏരിയയാണ്, ഇവിടെ നിന്ന് ഒരു മനുഷ്യക്കുഞ്ഞു പോലും കാണുന്നില്ല. അവിടെയൊക്കെ വെയിലടിച്ചു തുടങ്ങി, ഇവിടെയൊക്കെ നല്ല ഫുള്ളും മഞ്ഞും തണുപ്പും മഴയുമാണ് ഗൈസ്. അവിടെ ചെറുതായിട്ടൊരു വെള്ളച്ചാട്ട സെറ്റപ്പ് അവിടെയുണ്ട്, നല്ല ഭംഗിയുണ്ട്. ഇന്നിങ്ങനെ യശോദയെ നമ്മൾ ഡൈവ് ചെയ്യാൻ പറ്റിയ സ്ഥലം. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് ഇനി കുറച്ചുകൂടെ ദൂരമുണ്ട്, ഏകദേശം 28 കിലോമീറ്റർ. നമ്മൾ നേരത്തെ നിന്ന സ്ഥലം അവിടെയായിരുന്നു, അധികം ഡിസ്റ്റൻസ് ഒന്നും വന്നിട്ടില്ല. ഇനിയും കൂടുതൽ ലേറ്റ് ആയി കഴിഞ്ഞാൽ നമ്മൾ അവിടെ എത്താൻ ലേറ്റ് ആവും, പിന്നെ ക്രൗഡാവും, നല്ല തിരക്ക് വരും, ഭയങ്കര അലമ്പായിരിക്കും. എൻ്റെ ഗോപ്രോയിലാണ് ചാർജും കുറവ്. നമുക്ക് വിട്ടേക്കാം. നല്ല കിടിലൻ റോഡ്, വണ്ടികളൊന്നും അധികം ഇല്ലാത്തൊരു റോഡാണ്. മെല്ലെ പോയി നോക്കാം. ഓക്കെ, നമുക്കിനി ഒരു 18-15 കിലോമീറ്റർ കൂടെ പോകാനുണ്ട്. നല്ല വിശപ്പ്, ഞാനൊന്നും കഴിച്ചിട്ടില്ല. ഇവിടെ നല്ല ഇഡലി ദോശക്കടയുണ്ട്, അപ്പം കുടിക്കണം. അതിന് കഴിച്ചിട്ടിറങ്ങാം. ടേസ്റ്റ് ഒന്നും ഞാൻ നോക്കാനുള്ളൂ, നല്ല വിശപ്പ്. കഴിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ്. ഗായ്സ്, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ വെള്ളച്ചാട്ടം പുറത്താണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അങ്ങോട്ട് പോകാനുള്ള ഈ വഴിയുണ്ടല്ലോ എൻ്റെ മോനെ, ഒരു രക്ഷയില്ല. ഞാനൊരു ലോണാവാല 4 തവണ പോയിട്ടുണ്ട്, മാത്തരാനിൽ 1 തവണ പോയിട്ടുണ്ട്. മാത്തരാൻ മുകളിലെത്തിക്കഴിഞ്ഞാലുള്ള വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല.
അത് സത്യം തന്നെ. പക്ഷെ ഈ ഒരു വഴി എൻ്റെ പൊന്നു ഗൈസ്, വൺ സാറ്റിസ്ഫാക്ഷൻ. മൈൻഡൊക്കെ റിലാക്സ് ചെയ്യാൻ പറ്റുന്നൊരു വഴിയാണ്. ആൻഡ് സ്ട്രെയിറ്റ് റോഡ്, വെഹിക്കിളും ഇല്ല, ഒരു തിക്കുമില്ല, ഒരു തിരക്കുമില്ല, ഒന്നുമില്ല. നല്ല അടിപൊളി വഴി. അപ്പോൾ നമുക്ക് ഇനി ലേറ്റ് ആക്കണ്ട. 6.2 കിലോമീറ്റർ മാപ്പിൽ കാണിക്കുന്നത്, 16 മിനിറ്റ് ഉണ്ട്. എൻ്റെ ഗോപ്രോയിൽ ആകെ 42% ചാർജേ ഉള്ളൂ. പക്ഷെ നമുക്ക് 3 ബാക്കി കാര്യങ്ങളൊക്കെ ഷൂട്ട് ചെയ്യാം. കുമ്പേവാടി. Easy come and easy go. You're an unfading star, a gentle love, the kind that lifts you up, no matter how far apart. I guess you could call it chance. It's like we've always known, been set in stone. നമുക്ക് കയറാൻ പറ്റുമോ? നമുക്ക് It's like I've always dreamed true harmony, unmistakable, unmistakable. അടിപൊളി അറിയാം. Each night will keep burning bright. I'm so lucky to be loved by you. അങ്ങോട്ട് ചെറിയ ആൾക്കാർ നടന്നു പോകുന്ന പാടം പോലെ ടോപ്പിലേക്ക് എങ്ങനെയെങ്കിലും വണ്ടി എത്താം. അതാണ് ഞാൻ പറഞ്ഞ ടണൽ. എൻ്റെ ഗായ്സ്, ആ ടണൽ വഴിയാണ് നമുക്ക് പോകണ്ടേ. കിടിലൻ വ്യൂ ആണ്.
ഓക്കെ, നമുക്ക് ടൈം ഇനി ഒരുപാട് സ്പെൻഡ് ചെയ്യാൻ. എൻ്റെ ചാർജ് തീരുന്നതിന് മുന്നേ വീഡിയോ മൊത്തം ഷൂട്ട് ചെയ്യും. നമ്മൾ ലൈഫിലെടുത്ത കുറച്ച് ഡിസിഷൻസ് ചിലപ്പം പാളിപ്പോവാം, കുറേ ഡിസിഷൻസ് ചിലപ്പം നല്ലതാവാം. ഞാൻ എൻ്റെ ലൈഫിലെടുത്തതിൻ്റെ ബെസ്റ്റ് ഡിസിഷനാണ് ഗൈസ് ഈ വണ്ടി. താങ്ക്സ് ആട്ടോ. I wanna know your dark side. I wanna know your secrets. I wanna be your lifeline. So I wait for you, wait for me. Wait for you, wait for me. എൻ്റെ ചാർജ് തീർന്നു ഗൈസ്. എവിടെ പരിപാടി അവതരിപ്പിച്ചാൽ ഇതന്നെ അവസ്ഥ. എൻ്റെ ഗോപ്രോൻ്റെ ചാർജ് കഴിഞ്ഞിരിക്കണം ഗൈസ്. ഇതിലെ സ്ഥലങ്ങൾ ഒരുപാട് കാണിക്കാനുണ്ട്, പക്ഷെ എൻ്റെ ഈ ഫോണിലാണെങ്കിൽ സ്റ്റോറേജും ഇല്ല. നമ്മൾ വന്ന ടണൽ ഞാൻ കാണിച്ചത് ഗൈസ്. അവിടെ ട്രക്കിങ്ങിൻ്റെ ആൾക്കാർ, അവിടെ മറ്റേ എനിക്കൊന്ന് ബഞ്ചി ജമ്പിങ് അങ്ങനെ എന്തോ ഒരു ആക്ടിവിറ്റി ഉണ്ട് അവിടെ. നമ്മളിത് ആ എൻഡ് മുതൽ ഈ എൻഡ് വരെ നമ്മൾ ടണലിലെ കൂടെയാണ് വന്നേ. വണ്ടി ഇതിലൂടെ പാസ് ചെയ്തപ്പോൾ നല്ല വെള്ളം എല്ലാം മിസ്സായി കഴിച്ചു. ഞാൻ കുറച്ചു നേരം ഇതിൽ നിന്ന് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കട്ടെ കേട്ടാ. ബൈ. ഗൈസ്, ഇവിടെ വന്നപ്പോൾ കുറച്ച് മലയാളിക്ക് അങ്ങനെ പരിചയപ്പെട്ടു. പേരെന്തായിരുന്നു ബ്രോ? ഷാജി. പൃഥ്വി. സുധി. നമുക്ക് ഗൈസ് അവിടെ പോവാം. ഗൈസ്, നമ്മൾ നേരത്തെ പരിചയപ്പെട്ട മലയാളികൾ ഇതാ ഇവര് രണ്ടുപേരും പിന്നെ ട്രിവാൻഡ്രത്തുനിന്നാണ്. അവിടെ റിവേഴ്സ് മറ്റേ ഫ്ലോ വരുന്നുണ്ട്, താഴേക്ക് വെള്ളം ചാടുന്നതിൻ്റെ കൂടെ തന്നെ തിരിച്ചും വരുന്നുണ്ട്. നമുക്ക് മുകളിലേക്ക് കയറാൻ കുറച്ച് കഴിഞ്ഞിട്ട്. ഗോപ്രോ ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവരെ ട്രക്കിലാണ് വെച്ചേക്കണത്, ഇവരെ ട്രാവലറിലാണ് വെച്ചേക്കുന്നത്. ഞാൻ പുനെ പോയിട്ടില്ല. ഞാൻ മുംബൈയിൽ വന്നതിന് ശേഷം ആകെ 4 പ്രാവശ്യം ലോണാവാല, 1 പ്രാവശ്യം മാത്രമേ. പോരാ, ഇതിനെക്കാട്ടും അടിപൊളി ഈ വന്ന വഴി. കിട്ടില്ല സാറേ, ഞാൻ കാണിച്ചുതരാം. ക്യാമറ ഒന്ന് ഓണാവട്ടെ. എനിക്ക് ഈ വഴി ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാൻ റിവേഴ്സ് വാട്ടർഫാളില്ലേ അവിടേക്ക് പോകാനാണ് വിചാരിച്ചേ, പക്ഷെ ഇന്നലെ ഒരുത്തം പോയിട്ട് കുടുങ്ങി. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു കുറച്ച് സ്ഥലം മാറ്റി പിടിക്കാം. അവിടെ 5 മണിക്കൂർ ട്രാവല്, അത് കഴിഞ്ഞ് 2 മണിക്കൂർ ട്രക്കിങ്. ഫോട്ടോ എടുത്തു. എന്റെ ഫോട്ടോയും കൂടെ അവളോട് ഒന്ന് എടുത്തു തരണേ. ഓ, ഇതൊന്നും യൂട്യൂബിൽ വരുന്നതിന് കുഴപ്പമൊന്നുമില്ലല്ലോ. ഞാൻ എടുക്കണോ?
ഈ നിൽക്കുന്ന 3 പേര് ഇനി ഇത് കഴിഞ്ഞിട്ട് അവിടുന്ന് താഴേക്ക് റോപ്പിലേക്കും കൂടെ പോകുന്നുണ്ട് ഗൈസ്. ബ്രോ ഈ അവസരത്തിൽ പറയാൻ പാടുണ്ടോ അറിയില്ല. ഓൾ ദി ബെസ്റ്റ്. പുള്ളിക്ക് യൂട്യൂബ് ചാനൽ ഉണ്ടോ? ഇതൊക്കെ വേണമായിരുന്നു. നിങ്ങളെന്താ നിങ്ങൾ ഫ്രണ്ടിനെ പ്രചോദിപ്പിക്കാത്ത ചെല്ല് ചാനലിയുടെ കേട്ടാ. ഇതിൽ ചാർജ് ഇല്ല. നമുക്ക് ഭാഗ്യത്തിനൊരു ട്രാവലർ കിട്ടിയിട്ടുണ്ട് ചാർജ് ചെയ്യാൻ വെച്ചേക്കുന്നത്. ഇതാണ് ചേട്ടൻ, ഡ്രൈവർ ചേട്ടൻ. ഇതാണ് നമ്മുടെ കോച്ച്. പിന്നെ ഇവിടെ വെക്കാം അല്ലേ? ലേത്താവുമേ? താങ്ക്സ്. ഓക്കെ ഗൈസ്, എൻ്റെ ഐഫോണിലെടുത്ത വീഡിയോ ഞാൻ അപ്ലോഡ് ചെയ്യുകയാണ്. ഈ വീഡിയോൻ്റെ കൂടെ ഇതാണെങ്കിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് നിങ്ങൾക്ക് ഏകദേശം ഒരു ധാരണ ഉണ്ടാവും. എൻ്റെ ഗോപ്രോൻ്റെ ചാർജ് തീർന്നിരിക്കുകയാണ്. ഇപ്പോഴും ചാർജ് ഇല്ല. കുറച്ച് നേരത്തേക്ക് നമ്മൾ അണ്ണൻ്റെ വണ്ടിയിൽ ഞാൻ ചാർജ് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. तो मैं क्या बोल रहा था, അപ്പോൾ ചാർജ് ഉണ്ടായിരുന്നില്ല. ഈ ടണലിൻ്റെ ഉള്ളിൽ കൂടെ നല്ല ക്ലീൻ നല്ല കിടിലൻ ഷോട്ട് കിട്ടിയിരുന്നു. പക്ഷേ മിസ്സായിപ്പോയി. നമുക്ക് അവിടെ എത്തുമ്പോഴത്തേക്കും ചാർജ് തീർന്നു പോയി. ഇനി കുറച്ച് മലയാളി പിള്ളേരുണ്ട്, നമുക്ക് അവരെ പോയി കാണാം. ഹെൽമെറ്റ് ഇതാ ഈ വണ്ടീൻ്റെ മുകളിൽ വെച്ചേക്കാണ്. അടിച്ച് മാറ്റത്തുണ്ടാവില്ല എന്ന് വിശ്വസിക്കുന്നു. ഈ വൈപ്പ് ഗൈസ്. പക്ഷേ നമുക്ക് മതിലടി ശീലമുള്ളതുകൊണ്ട് കുഴപ്പമില്ല. അണ്ണന്മാർ 3 പേര് അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് അവരോട് നല്ല പ്ലാൻ ചോദിക്കാം. നെക്ക് മൗണ്ട് ഉണ്ടായിരുന്നല്ലോ, അത് എടുത്തുകൂടെയോ? ഞാൻ പിന്നെ എൻ്റെ ക്യാമറയിൽ മൗണ്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ചിൻ മൗണ്ട് ഉണ്ട്. വേർഷൻ 2 ആണ്. ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് 128. ഞാൻ മറ്റേത് വാങ്ങിച്ചിട്ടുണ്ട്. ഇത് എടുത്തത് എത്രയായിരുന്നു? 32? അത് 64. ഇതിപ്പോൾ ഞാൻ ഫോണിലേക്ക് സിസ്റ്റത്തിലേക്ക് ഒന്നും മാറ്റില്ല, ഇത് തന്നെ സ്റ്റോർ ചെയ്യുന്നു. ഇപ്പോൾ 75 GB കണ്ട് ബാക്കി. ഇന്റേണൽ എത്ര വരും? അല്ല ഇന്റേണൽ 120 ആണല്ലേ? 120 GB. പക്ഷെ അതിൻ്റെ ആവശ്യമില്ല, അത് വരുന്നില്ല. ഇത് ഞാനൊരു മാസമൊക്കെ ഷൂട്ട് ചെയ്ത് കഴിഞ്ഞാലും ഇതിൽ തന്നെ ഉണ്ടാവും. ഒരു കുഴപ്പം ബാറ്ററി. പിന്നെ 4K 120 എടുക്കുമ്പോഴത്തേക്ക് ഹീറ്റിംഗ് 4K ഷൂട്ട് ചെയ്യാനേ വരുന്നില്ല. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് ഓട്ടോമാറ്റിക്കലി അത് കവറില്ലേ? അത് മാഗ്നറ്റിക് കേസ്. അത് ഞാൻ പിന്നെ ബൈക്കിലാണ് കൂടുതൽ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ പിന്നെ കാറ്റ് കാരണം വിൻഡ് കാരണം കുറച്ചുകൂടെ എളുപ്പമായിട്ട് വിൻഡ് കൊണ്ട് മഴയത്തേക്കാണെങ്കിൽ അപ്പം തന്നെ തണുത്തു കൊണ്ടായത് എടുക്കാൻ പറ്റില്ല. എടുക്കാൻ മൗണ്ടിൽ ആരും ഷൂട്ട് ചെയ്യാന്നില്ല. 15 തന്നെ. ഇതും 16. 15,999 അങ്ങനെ. എനിക്കിതിനെ മറ്റേ ഡിസ്പ്ലേ കേസ് ആയിരുന്നു വേണ്ടേ. ഇത് മറ്റേ പവർ ഇതല്ലേ, അഡാപ്റ്റർ പവർ അഡാപ്റ്റർ മറ്റേ ഡിസ്പ്ലേ അടക്കം വരുന്ന ഒരു സാധനമുണ്ട്. അതെന്താ? അത് നമ്മൾ അങ്ങനെ എടുക്കണമെങ്കിലേ ഉള്ളൂ, തിരിച്ചൊക്കെ എടുക്കണമെങ്കിലേ ഉള്ളൂ. ഇതിപ്പോൾ എല്ലാ ഡിസ്പ്ലേ വരുന്നുണ്ടല്ലോ. ഞാൻ ബൈക്കിൽ വ്ലോഗ് ചെയ്യുമ്പോൾ മറ്റേത് എളുപ്പം. ഇവിടെ ഡിസ്പ്ലേ ഉണ്ടാവും ഫ്രണ്ടിൽ. ഓ അങ്ങനെ. ഇത് തന്നെ നിന്റെ ഇരിക്കുന്ന അല്ല, ഇതെന്റെ സെക്കൻഡ് അച്ഛൻ്റെ ഉണ്ട് അവിടെ മുട്ടയിടാൻ വേണ്ടി വീട്ടിൽ വെച്ചേക്കാം. ഞാൻ ബൈക്കിൽ കൊണ്ട് മൗണ്ട് വേണം. എൻ്റെ മൗണ്ട് ഇല്ല. നമ്മൾ മാഗ്നറ്റിക് എപ്പോൾ പോകുന്നു അറിയില്ല. ഒരു വൈബില്ലാണ്ട് ഒറ്റയ്ക്ക് ഇങ്ങനെ ക്ഷീണിച്ച് വന്നായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇവിടെ വന്നിട്ട് കണ്ടിട്ട് പോകണമെന്ന് വിചാരിച്ചു. ടീം ക്രൂ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറയുന്ന കേട്ടു. ഭയങ്കര ഹൈറ്റ് അവിടെ. അതിന്റെ വണ്ടിയിൽ സ്ലിപ്പായി താഴെ. ഒന്നും തോന്നരുത്. ഇങ്ങനെ ചുമ്മാ ഇരിക്കുന്നതാണ് എനിക്ക് എന്ത് സങ്കടം തോന്നുന്നു. സ്റ്റെപ്പ് എനിക്ക് തണുക്കുന്നതാണ്. അല്ലേ ഞാൻ എന്റെ സ്റ്റെപ്പ് ഇട്ടത്. ഡാൻസ് കളിച്ചാൽ ചൂട് വരും. ബോഡി ഹീറ്റ് ആവും ഡാൻസ് കളിച്ചാൽ.
ഇതാണ് അവരുടെ ട്രക്കിങ്ങിൻ്റെ പേര്, ട്രക്കേഴ്സ് ക്ലാൻ എന്ന് പറഞ്ഞിട്ട്. യുണൈറ്റഡ് ബൈ മൗണ്ടെയ്ൻസ്. കൊള്ളാലോ. പറ്റുള്ള ബ്രോ. നമ്മുടെ ഒരു മറ്റേ കിടിൽ അങ്ങനെ വരുന്ന മലയാളി ഇൻസ്റ്റയിലൊക്കെ വൈറലായിട്ടുള്ള സുനിൽ, ജസ്റ്റ് ലൈക്ക് ഹിം. എന്റെ മണ്ടടി മ്യൂട്ട് ചെയ്യും. അങ്ങനെ ഒന്നാമത് കുട്ടസത്തൊക്കെ ഉള്ളത് നാളെ വീട്ടിൽ വരും. ഇല്ല വേറെ പറയാനുണ്ട്. അല്ല അങ്ങനെ പൊളിയാണ്. നീ അഭി സ്റ്റാർട്ട് ചെയ്യാൻ നാളെ നമ്മളെ വീട്ടിൽ ആള് വരും. അത് 40 ആൾക്കാരല്ലേ അവരൊക്കെ. അവന്റെ ഇന്റർവ്യൂ ഉണ്ട്, അതിനകത്ത് പറഞ്ഞേക്കാം. പാരാഗ്ലൈഡ് ചെയ്ത സമയത്ത് അവരിൽ 360 ആണ്. നീ ഇട്ട് കഴിഞ്ഞാലേ ഒന്നാമേ പ്രേമത്തോടെ നടക്കുകയാണ്. പെയ്ഡ് ഇതാണിക്കുന്നത് വിചാരിക്കും. അതാണ്ട് ഫ്ലൈ 360 കാണിച്ചത് നമ്മുടെ വീഡിയോ. അതെനിക്ക് ഡ്രോണിൻ്റെ ഞാൻ ആവശ്യം. ബർത്ത്ഡേക്ക് ആകാശത്ത് പോയി കേക്ക് കുറിച്ച് അവിടെ പക്ഷെ അവന്മാർ അയച്ചു തന്ന വീഡിയോ താണ്ട് ഇതാണ്. ഇത് പിന്നെ ഞാൻ എഡിറ്റ് ചെയ്തു. അയ്യോ, അത് കിട്ടുന്ന സാധനമാണ്. ഇതേ പല ഷോർട്സ് ഇത് മൊത്തത്തിൽ ഉള്ളതാവും വരുന്നത്. അതുകൊണ്ട് ഇങ്ങനെ ഫുള്ള് പോയി. ഇത് നമുക്ക് ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അത് അഡ്ജസ്റ്റ് ചെയ്യാം. എന്നിട്ട് അതിന് പല വ്യൂ കിട്ടും, വൈഡ് കിട്ടും. ഇനി അത് 360 ആവും നോക്കിക്കോളേ. ഇനി മറ്റേ ഗ്ലോബലാവും. അത് നല്ല രസമാണ് ആ ഷോട്ട്. കണ്ടു ഇത് വേണ്ട ഇതൊക്കെ ഉണ്ടോ അതിൽ. എന്നിട്ട് ലാസ്റ്റ് റോ ഫയലായിട്ട് അവർ അയച്ചു തരും. It was on my birthday. I just go to the sky and cut the cake. It's Varkala. Actually, Varkala is also in my bucket list. Varkala is full of Tamil people. നിങ്ങൾ തമിഴാ? എന്ത് ഊര്? Chennai. ചെന്നൈയിലാ? ചെന്നൈയിലെങ്ക? ചെന്നൈയിലെ നങ്കനല്ലൂർ. നങ്കനല്ലൂർ. നിങ്ങൾ? കേരളതാ, കാലിക്കറ്റ്. ഓക്കെ. കോയമ്പത്തൂരിൽ വന്നിരിക്കേ. ഇതാണ് 360യുടെ യൂസ്. ഇതാണ് പല ആംഗിളിൽ എടുത്തിട്ട് ലാസ്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ ഇപ്പൊ ലേറ്റസ്റ്റ് X5 ആ. കോട പോയി. ഇനി ഡ്രോൺ എടുക്കുന്ന ഷോർട്സ് കിട്ടും. ഭാഗ്യം. കോട പോയപ്പോ മഴ വന്നു. മഴ പെയ്താ വീട്ടിട്ട് കോട വരും. ഓക്കെ ഗൈസ്, ഞാൻ കുറച്ച് നേരം ഇവിടെ ചില്ല് ചെയ്യട്ടെ, പിന്നെ കേട്ടോ. കൂടുതൽ ദൂരത്തേക്ക് പോയി കഴിഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ എൻ്റെ അമ്മയും എൻ്റെ ഗേൾ ഫ്രണ്ടും എന്നെ ചീത്ത പറയും. അതുകൊണ്ട് നമ്മൾക്ക് അങ്ങോട്ടേക്ക് പോകണ്ട, ഇവിടെ വെച്ചിട്ടുള്ള ആസ്വാദനങ്ങളൊക്കെ മതി. അങ്ങോട്ടേക്കൊന്നും പോകുന്നില്ല കേട്ടോ. നല്ല തണുപ്പ് കഴിക്കും. സ്മോക്ക് ചെയ്യാൻ കമ്പനിക്ക് വിളിച്ച് സ്മോക്ക് ചെയ്യില്ലല്ലോ. അപ്പൊ ഞാൻ ബ്ലാക്ക് ടീ ആയിട്ട് പോയാണ് അവളുടെ ഇൻസ്റ്റ ബുക്ക്. പാടാണ്. മാഗ്നറ്റിലത് നിൽക്കില്ല. ആ മൗണ്ട് ഉണ്ടെങ്കിലേ ഇരിക്കുള്ളൂ. ഇങ്ങനെ അത് ആ മൗണ്ട് അതിന് പറ്റില്ല. ഇതിന്റെ മൗണ്ടൊക്കെ മൗണ്ട് ഇത് അതിൽ ചെയ്തില്ലേ? അതിന് വെക്കാനുള്ള സാധനം എൻ്റെ ഹെൽമെറ്റിന് മുകളിൽ വെച്ചിട്ടുണ്ട്. ഇതിനോട് കിട്ടിയതാ. അതിന്റെ മുകളിൽ ഒരു ക്ലിപ്പ് ഇടും. എന്നിട്ട് ആ മാഗ്നറ്റ് ആണ് ഇതിൽ കണക്ട് ചെയ്യുന്നത്. ആ ഹെൽമെറ്റ് ഒന്ന് ഊരി അതിലിടത്തുണ്ട്. എങ്ങനെ? നിന്റെ ഹെൽമെറ്റ് ഒന്ന് ഊരി അത് ഇടത്തുണ്ട്. വേണോ? എന്തെങ്കിൽ ഞാൻ അതുകൊണ്ട് പോയിട്ട് താഴെ മുകളിൽ കയറിട്ട് തരായിരുന്നു. ചോദിച്ചോക്കെ ഹെൽമെറ്റ് കിട്ടുമോ? അത് തരും. ഹെൽമെറ്റ് എല്ലാം സെയിം അല്ലേ? അവന് ഗോപ്രോ ഉണ്ടോ? അത് തരികയാണെങ്കിൽ ഓക്കെ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. എന്റെ മൗണ്ട് അല്ല, ഞാൻ നിനക്ക് നല്ല സാധനം കിട്ടും. അയ്യോ, മുഖം കാണിച്ചേ. എടാ ഇവ എടുത്തില്ലടാ, ഇവൻ എന്ത് ചെയ്യണം ആലോചിച്ച് നോക്ക്. ആ 62 GB സാധനം വെച്ച് എന്ത് ചെയ്യാനാ? എന്നാലും മതി. ഇതൊന്ന് ഫോക്കയിൽ എടുക്കണമെന്നില്ല. ഇതൊക്കെ 180p കിട്ടിയാൽ മതി. എന്താണ് സംഭവം? അവിടെ ഇത് തന്നെ. ഇതാണ് ഞാൻ അതിൽ വെച്ചിരുന്നത്. അവന്മാർ പറഞ്ഞില്ലേ എന്ത് പേയ്മെന്റ് ആണെന്ന് അവന്മാർ ഉണ്ടാക്കുന്ന. ഞാനന്ന് അതിന് പേയ്മെന്റ് ഉണ്ടോ? ഏതിന്? 360. ഇതോ ആക്ച്വലി ഇപ്പൊ അവരിൽ 360 ആണെങ്കിൽ അവർ അതിന് പേയ്മെന്റ് വെച്ചേ.
ഞാൻ പേയ്മെന്റ് വാങ്ങിയാലോ ഇത് വെച്ചിട്ട്? അവിടെ ആകെ ഇത് ഞാനല്ലടാ താഴെ ചോദിച്ചോളാം ചാടാ, എന്നോട് തന്നെ നീ പേയ്മെന്റ് ചോദിക്കണം. ഓൾറെഡി ഞാൻ ഡ്രോണിന് 700 രൂപയ്ക്ക് ഞാൻ ഒരു ഷോട്ട് എക്സ്ട്രാ പറഞ്ഞ് പറയുകയും ചെയ്ത് 1200 രൂപയാണ് പറഞ്ഞേക്കുന്നത്. കൂടെ വന്നു ഗൈസ്. ഇതിന് സ്റ്റിക്ക് വേണം അല്ലേ? അത് നല്ല തയ്യാറ്. ഇതിപ്പോ നീ എത്രയല്ലേ എടുക്കുന്നേ? ഇതിപ്പം 1080p എടുക്കുന്നത് മുതലാവണ്ടോ? അതാണ് ചാർജ് നിൽക്കത്തുള്ളൂ, അതാ ഞാൻ പറഞ്ഞത്. ഗൈസ് വേണ്ട, അങ്ങോട്ട് പോകുന്നില്ല. നമ്മുടെ ചാനലിന്റെ ഓണർ ഇവൻ എന്റെ പൊട്ടത്തരം മൊത്തം എടുത്തിട്ടുണ്ട്. എല്ലാം കട്ടിയാണ്ട് വെക്കാനാണ് ഏട്ടൻ പറഞ്ഞത്. കൊള്ളാല്ലേ? ഇത് വൈഡും പിന്നെ 1x ഉണ്ടോ അവിടെ? അത് നമുക്ക് ഞെക്കി പിടിച്ച ഇതിന് മുകളിലേക്ക് ഓ അങ്ങനെയാണ്. 1x ആയി. ഈ ഇതിന് കമന്റ് ചെയ്താൽ മതി. കേരളത്തിൽ ഇവരൊക്കെ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്യണമെങ്കിൽ 100 വർഷം കഴിയണം. എന്താ അതെല്ലാം സേഫ്റ്റിക്ക് അടക്കില്ലേ? അല്ല, നമ്മുടെ ആ വെള്ളച്ചാട്ടത്തിന്റെ പേരെന്തായിരുന്നു? ആതിരപ്പള്ളി വെള്ളച്ചാട്ടത്തിന്റെ താഴെ ഡിസ്നിലാൻഡ് പോലത്തെ എന്തോ വരുന്നുണ്ട് ഗണേശൻ പറഞ്ഞുണ്ട്. ആതിരപ്പള്ളി ഇങ്ങനെ ചെയ്യാം. അവര് പോവാണ് അതുവഴി താഴേക്ക്. ബൈ. ഒരു ഗ്യാരണ്ടി ഇല്ല. ഞാൻ ഹെൽമെറ്റ് ഇവിടെ വെച്ചിട്ടാണ് പോണത്. ക്യാമറമാൻ വീഴാൻ പോയി. ഞാൻ ടാറ്റ പറയാൻ വന്നതാ. എന്റെ ഫോൺ എടുത്താ മതി. പോകുന്നതിന് മുന്നേ എന്തെങ്കിലും 2 വാക്ക് പോകുന്നതിന് മുന്നോ ഇൻഷുറൻസ് പോലും എടുക്കാതെ 400 അടി എന്താ പറയുക ഗ്രാപ്പിൾ ചെയ്യാൻ പോവാണ്. 30 feet അല്ലേ? 30-40 feet ഉണ്ടെന്ന് തോന്നുന്നു. अब जाने से पहले कुछ कहोगे? Sorry, no Hindi. Do you want to speak something before you? Inshallah. Kadavule kaapathuko. Praise the Lord. Inshallah. Om Namah Shivaya. Helmet. You want it? It's mine. എന്റെ ഹെൽമെറ്റ് കൊണ്ടുപോയി. ഹെൽമെറ്റും ഇല്ല എനിക്ക്, ഇൻഷുറൻസും ഇല്ല. Atleast give me something. പയ്യനെ that guy he just അവൻ നമ്മ വണ്ടിയുടെ മുകളിൽ ഏറിയില്ലേ அந்த ടൈമിൽ அந்த കനാല് വന്നപ്പോൾ ബാറ്റ്സ് വന്നിടുச்சு. ஃபுல்லாக ஃபியர் பண்ணிட்டேன், பேடிச்சு. இந்த மாதிரி இறக்கி that guy. ஓ மை லார்ட்.
ഇവരിത് ഇങ്ങനെ പോയിട്ട് ആ പോയിന്റിൽ എത്തിയിട്ട് അവിടുന്ന് ക്ലിഫിൽ നിന്ന് താഴേക്ക് റോപ്പ് സ്ലൈഡ് ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്. അതിനെന്താ പറയുക, റോപ്പ് സ്ലൈഡിങ് ഞാൻ നേരത്തെ പറഞ്ഞ വാക്ക് എന്തായിരുന്നു? എന്തായിരുന്നു? റാംബ്ലിങ്. ഓക്കെ, അവിടുന്ന് റാപ്ലിംഗ്. ആ, അവിടുന്ന് റോപ്പ് റാപ്ലിംഗ് ചെയ്തിട്ട് ആ കൊക്കയിൽ നിന്ന് താഴേക്ക് ചാടാനാണ് പ്ലാൻ ഗൈസ്. റാപ്ലിംഗ് ശരിക്കുള്ള പദം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ ഗൈസ്. കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യൂ. ഓക്കെ, ഇവരെല്ലാവരും താഴേക്ക് പോകുമ്പോൾ നമുക്ക് ഈ വഴി നേരെ മുകളിലത്തെ വേറൊരു പോയിന്റ് ഉണ്ട്, അതാ അവിടെ ആ വെള്ളച്ചാട്ടത്തിൻ്റെ അവിടേക്ക് പോവാം. ഗൈസ്, ഒരു ട്വിസ്റ്റ് ഉണ്ട്. യുവന്മാർക്ക് പോകാൻ പറ്റിയില്ല, അപ്പോഴത്തേക്ക് പോലീസ് വന്നു. ലീഗലാണ് ഇന്നത്തോടെ, പക്ഷേ പെർമിഷൻസ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഇനിയും 10 പേര് അവിടെ നിന്ന് ഇറങ്ങാനുണ്ട്. നേരെ ഇറങ്ങിയിട്ട് ഇവർക്ക് ഇറങ്ങാൻ പറ്റുള്ളൂ. സോ വെയിറ്റ് ചെയ്യാം ഗൈസ്. ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവരെന്നെ മൂടാക്കി ഞാൻ ചിലപ്പം റോപ്പിങ്ങോ പറഞ്ഞ സാധനം ചെയ്യാൻ ചാൻസ് ഉണ്ട്. പെർ ഹെഡ് 900 ആണ് പറയണേ, ഇവിടുന്ന് താഴേക്കുള്ള A to B വരെ. സോ ചെയ്യാനൊരു മൈൻഡ്. ഓക്കെ, സാധനങ്ങളൊക്കെ അവരെ വാനിൽ വെക്കാമെന്ന് പറയണേ. ലെറ്റ്സ് ഡു ദിസ്. അമ്മ പറയാതെയാണ് ചെയ്യുന്നത്. എന്തോ ഇവിടെ വന്നതിന് ശേഷം ഒരു ആഗ്രഹം. ചെയ്തേക്കാം. റേഞ്ചില്ല, അല്ലേ ഞാൻ വിളിച്ച് ചോദിച്ചാണ്. ചെയ്യണമല്ലോ, ആയാലും ചെയ്തല്ലേ പറ്റൂ. നോക്കാമെന്ന് വിചാരിച്ചു. ഇവിടുന്ന് ഇത് ചെയ്യുന്ന ലാസ്റ്റ് ബാച്ചായിരിക്കും ഞങ്ങൾ. മുംബൈയിൽ വന്നിട്ട് എന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇതെങ്കിലും ചെയ്തു എന്ന് പറയാമല്ലോ. സോ ബൈ. ഞാനിപ്പോഴും ഇവിടെ തന്നെയാണ്. അവരുടെ ബാച്ച് ഇറങ്ങിയിട്ടില്ല. അവരുടെ ബാച്ചിൻ്റെ കൂടെ ചിലപ്പം ഞാനും ആ സാധനം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ആ പോയിൻ്റിൽ നിന്ന് താഴേക്ക് ടോപ്പിലൂടെ, ഞാൻ പേര് പറയും, എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. സോ ഇത് ഞാൻ ചെയ്യാൻ കാരണം ഇതവരുടെ ലാസ്റ്റ് ബാച്ചാണ്. അവരുടെ പെർമിഷൻ ഇതോടെ ഫുൾ ഔട്ട് ചെയ്യുകയാണ് അവരെ ഏത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റ്. സോ ഇതിവരുടെ ലാസ്റ്റ് ബാച്ചാണ്. ഈ ഒരു ക്ലിഫൊന്നും ഇനി ഇങ്ങനൊരു പരിപാടി ഉണ്ടാവില്ല. സോ ഐ തോട്ട് I should have joined. So yeah, we are doing this. ഇവിടെ ഇപ്പം നല്ല മഴയാണ്. മഴ ഉള്ളപ്പോൾ അവർ ചെയ്യില്ല. അവിടെ ഒരു ബാച്ച് അവിടെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ബാച്ച് അവിടെ നിൽക്കുകയാണ്, വെയിറ്റ് ചെയ്തിട്ടാണ്. അതിൽ വൃത്തിക്കും ഹെൽമെറ്റ് ഇല്ല. അവൻ്റെ ഹെൽമെറ്റ് നേരത്തെ പോയ ബാച്ചിൽ ഒരാൾ വാങ്ങിക്കൊണ്ടുപോയി. അപ്പം ഇനി അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാൻ പറ്റും. കുറച്ച് നെർവസാണ്, ഫസ്റ്റ് ടൈമാണ് ചെയ്യുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള എല്ലാം ഉണ്ട്. ബട്ട് വിൽ ഡു ദിസ്. ലെറ്റ്സ് ഡു ദിസ്. അപ്പോൾ പറയാൻ വന്നത്, എനിക്ക് ചിലപ്പോൾ അത് ക്യാമറയിൽ ഷൂട്ട് ചെയ്യാൻ പറ്റില്ല. എന്തെങ്കിലും ഷോട്ട് കിട്ടുകയാണെങ്കിൽ ഞാൻ ഈ വീഡിയോയിൽ അപ്ലോഡ് ചെയ്യാം. കാരണം എനിക്കിത് വെച്ച് റിസ്ക് എടുക്കാൻ വയ്യ. ഓക്കെ, അപ്പം നോക്കാം, ഷൂട്ട് ചെയ്യാൻ പറ്റുമോ നോക്കാം. ഇല്ലെങ്കിൽ എന്തെങ്കിലും ആരെയും കൊണ്ട് ചെയ്യിപ്പിക്കാം. നോക്കട്ടെ. സാധനങ്ങളൊക്കെ വണ്ടിയിലൊക്കെ ഉള്ളതുകൊണ്ട് ക്യാമറ എടുക്കുക ചാൻസ് കുറവാണ്. ഉറപ്പില്ല ചെയ്യാൻ പറ്റുമെന്നുള്ള. അവർ പെർമിഷൻ തരികയാണെങ്കിൽ നമുക്ക് അവരുടെ കൂടെ കൂടാം. അൺഎക്സ്പെക്റ്റഡ് പ്ലാൻ ചേഞ്ചാണത്. കാണാം. ഗൈസ് നോക്കൂ, മൂഞ്ചിപ്പോയി ഗൈസ്. എല്ലാരും പിടിച്ച് ഇവൻ ബ്ലോഗും കൊണ്ട് വന്നപ്പോഴേ അറിയാതെ മൂഞ്ച. എല്ലാരും തിരിച്ച് കയറ്റിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. രാവിലെ ഉണക്കം ഉപ്പാവുന്ന ഗൈസ് പോലീസുകാർ ഞങ്ങളെ നാട്ടിപ്പേപ്പിച്ച് ഗൈസ്. അയ്യോ,
ഇവനെ പോലെ ഒരു വ്ളോഗർ ചാടാൻ പ്ലാൻ ചെയ്തത് കൊളമായി, എല്ലാം കൊളമായി. വ്ളോഗ് എടുക്കാൻ വന്ന വ്ളോഗ് എടുത്തിട്ട് പോണം, അവിടെ നിന്ന് ചാടണമെന്ന് പറഞ്ഞ് മൊത്തം ദുരന്തമായി. സ്റ്റോറി ടിസ്റ്റോ വീണ്ടും മഴ. മഴ വരുന്നുണ്ട്. കുറച്ച് നേരത്തേക്ക് കട്ട് ചെയ്യട്ടെ. ബൈക്ക് പോകുന്നതിന് മുന്നേ നല്ലൊരു സീനറി വേണി കട്ടു. ഒരു രക്ഷയില്ല. ഞാനിവിടെ മുംബൈയിൽ വന്നൊരു ബെസ്റ്റ് എക്സ്പീരിയൻസ്. അത് കഴിഞ്ഞിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഗൈസ്, നമുക്കൊരു ഗുജറാത്തിൽ നിന്ന് ഒരു ആകാശ് ബ്രോനും കൂടെ കിട്ടിയിട്ടുണ്ട്. പുള്ളിയുടെയാണ് സ്പെക്സ്. ये अभी हम लोग जा रहे हैं नीचे. അവിടെയാണെങ്കിൽ ഭയങ്കര വെയിലടിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കയറി വരുന്നുണ്ട് മേലേക്ക്. ഇവിടുത്തെ തണുപ്പ് ഇതുവരെയായിട്ട് പോയിട്ടില്ല, ഫുള്ള് കോടയാണ്. താഴെ പോയിട്ട് വരാം. നേരത്തെ ഇറങ്ങിയവരൊക്കെ അത് തിരിച്ച് അവിടെ നിന്ന് ട്രക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, താഴെ എത്തിയിട്ട് കാണാം. मेरा दोस्त है इधर. हाँ, ये यांच्यावर कारवाई कायदेशीर केली. जो रील्स करते समय एक गिर गया है ना, हाँ, सेलिब्रिटी की तरह. इसके लिए कार्रवाई किया, उसको FIR किया. अच्छा, अभी गुना दाखिल किया. चलो तो गाड़ी इधर पार्क कर सकते क्या? मेरा दोस्त है उधर. दोस्त है, हाँ, अंदर. बुला उसको फिर गाड़ी से कौन दोस्त है? पृथ्वीराज करके. पृथ्वीराज. पृथ्वीराज. हाँ, सरनेम पृथ्वीराज केरला से है, उधर है अंदर. मोटरसायकल कारवाले रिटर्न चला माघारी. लवकर थांबायचं नाही इथे. मोटरसायकल चला लवकर कर्नाटका. LT
थांबायचं नाही इथे, पर्यटकांना बंदी आहे. रिटर्न ക്യാൻസൽ അല്ലേ? ഞാൻ എന്നാ തെറിച്ചു. ഓക്കെ, നീ വിട്ടോ. मोटरसायकल चला लवकर. വെനിക്സ് മെസ്സേജ് ചെയ്യിക്കേ. ഓക്കെ, നീ മുംബൈ കാണൂലേ? വേണ്ട, കാണും. നമ്മൾ 2 ദിവസം കഴിയുമ്പോൾ വരും, വന്നിട്ട് മെസ്സേജ് ചെയ്യാം. प्रवेश बंदी आहे. भैया भैया थोड़ा सा इधर Bro, nice to meet you. Yeah, bro. 2 minutes. Okay, bro. Bye. See you. Bye. Thank you. I will follow you. Okay guys, പോലീസുകാർ കണ്ടിട്ടും ഓടിപ്പിക്കുന്നു. നമുക്ക് ഇങ്ങോട്ട് വരുമ്പോൾ കിട്ടാത്ത തണൽ നമുക്ക് അങ്ങോട്ട് പോകുമ്പോൾ പിടിക്കാൻ പറ്റുന്നുണ്ട്. Tell me you're more than just a highlight. Pretty pictures on the outside. I hate to stare at you through these lights, so I wait for you, wait for me, wait for you, wait for me. Click and scroll, I can't let you go. They say I'm addicted to you. Click and scroll, I can't let you go. They say I'm addicted to you. Oh, oh, this ain't love, no, no, this ain't love, no, no, this is artificial. This ain't love, no, no, this ain't love, no, no, this is artificial. I wanna know you inside and out. Wanna know what's behind the light. Wanna feel that real love from within. And in. I want real love, real highs. You're just enough to get me through. Cause you're officially perfect for me. So wait for you, wait for you. Up all night thinking, past
must be more to life than this. Reaching for the stars, traveling so far, like a dragonfly. Just grab my hand from heaven's send. With me tonight, I run away. We'll never forget the past, but what counts is our brand new start. Even if it hurts me or I get scared, just come take this risk now. We'll be prepared. I run away. I run away. Reaching for the stars, traveling so far. ഭയങ്കര പീസ്ഫുൾ. ഞങ്ങളിങ്ങനെ ഇരിക്കുകയാണ്. കുറച്ചൊക്കെ റെസ്റ്റ് ചെയ്തിട്ട് വരാം. ബൈ ഗൈസ്, നമ്മുടെ ഇവിടുന്ന് ഒരു ചിക്കൻ റൈസ് കഴിച്ചിട്ടുണ്ട്. ഇപ്പോൾ സമയം 5 മണിയായിട്ടുണ്ട്. ഇനി നമുക്ക് 83 കിലോമീറ്ററും കൂടെ ട്രാവൽ ചെയ്യാണ്ട്. ലെറ്റ്സ് ഗോ ഗൈസ്. Traveling so far, like a dragonfly. Keep your secrets there, keep them everywhere. Just you and I run away. I run away. हाँ दोनों अलग अलग क्यों है? क्या अलग सर? लाइसेंस आरसी है, लाइसेंस है. टू व्हीलर का कौन सा? कौन सा लाइसेंस है? केरला के है? नहीं फोर व्हीलर का है, टू व्हीलर का नहीं है. दोनों के ही लिया था. इंश्योरेंस और पीयूसी देगा. क्या सर? इंश्योरेंस और पीयूसी. हाँ
से थोड़ा टाइम देंगे, मेरे पास है। ठीक है इंश्योरेंस और बिल्स या हाँ दोनों। PUC वो डाउनलोड करना पड़ेगा। हाँ एक मिनट। करो इतना कोई प्रॉब्लम हाँ
നമ്മളെത്തി ഫൈനലി. സമയം ഇപ്പോൾ 7:22. ഫോണിൽ ഒട്ടും ചാർജില്ല. പോയി ചാർജ് ചെയ്തിട്ട് പോയി.